ഇന്ത്യയിൽ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാനായിട്ട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ 13 ദിവസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതുവരെ പല ടീമുകളും ഒരു വ്യക്തമായ ഒരു സാന്നിധ്യം ട്രാൻസ്ഫർ വിൻഡോയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ടീമുകൾ ഒഴിച്ച്, അതിൽ വിരലിൽ എണ്ണാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ടീമുകൾ ഒഴിച്ച് മറ്റ് ടീമുകളൊന്നും തന്നെ കൃത്യമായി ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് എടുത്ത് പറയേണ്ടതാണ്. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും 3 സൈനിങ് കൂടി ബാക്കി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതിന് പുറമെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു താരമായിട്ടുള്ള ജിസൂസ് ജിമിനസ് ടീം വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാത്തിനും ഒരു കാരണമായിട്ടുള്ളത് ISLൻ്റെ ഭാവിയെ ചൊല്ലിയുള്ള MRA കോൺട്രാക്റ്റ് പുതുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള റീസൺ തന്നെയാണ്. MRA കോൺട്രാക്റ്റ് FSDലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കാൻ ഒരുപാട് ടൈം തന്നെ ഉണ്ടായിരുന്നതാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായ ഡിസിഷൻസ് എടുക്കുവാനായിട്ടും കൃത്യമായ ടൈം പീരീഡ് ഉണ്ടായിരുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കൃത്യമായിട്ട് രേഖകൾ പ്രകാരം 15 വർഷത്തേക്കായിരുന്നു ഈ ഒരു കോൺട്രാക്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്നതിന് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിക്കേണ്ടതായിരുന്നുവെന്ന് എടുത്തെടുത്ത് പറയേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു പല ടീമുകളും AFFന് കത്തയക്കുകയും അതിനെ തുടർന്നൊരു മീറ്റിംഗ് നടത്തുകയും ISLും സൂപ്പർ കപ്പൊക്കെ നടത്തുമെന്നൊരു കൺഫർമേഷൻ ലഭിക്കുകയും പിന്നീട് വലിയ കാര്യമായിട്ടുള്ള ഒരു ആക്ടിംഗ് ഒന്നും അല്ലെങ്കിൽ കൃത്യമായ ഒരു ആക്റ്റൊന്നും പല അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്ത സിറ്റുവേഷനിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മീറ്റിംഗ് ഉടനെ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ ഈ ഒരു കാര്യത്തിലുള്ള മറ്റൊരു കൺഫർമേഷനാണ് നാളെ നടക്കുവാനായിട്ട് പോകുന്നത്. അതായത് ഓരോ ക്ലബ്ബുകളുടെയും ലീഗൽ ബോഡീസ് അല്ലെങ്കിൽ ലീഗൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ലീഗൽ കമ്മിറ്റി ബോർഡുമായിട്ടുള്ള മീറ്റിംഗ് നാളെ 18-ാം തീയതി നടക്കാനിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ക്ലബ്ബുകൾക്ക് കോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സഹായം തേടുന്ന സിറ്റുവേഷനിലേക്കും ചെല്ലുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പല ടീമുകളും AIFFന്, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് വാർണിംഗ് നൽകിയിരിക്കുകയാണ്. അതായത് ക്ലബ്ബുകളെല്ലാം അടച്ചു പൂട്ടലിൻ്റെ ഒരു സിറ്റുവേഷനിൽ ആണ് എന്നുള്ളത്. അതായത് കംപ്ലീറ്റ് ഓപ്പറേഷനും നിർത്തേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇത് നീങ്ങുന്നതെന്നും അതിലെ ഒരു വാർണിംഗ് ആണ് നിലവിൽ ഓരോ ക്ലബ്ബുകളും AFFന് മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഇത്രയും മോശമായ സിറ്റുവേഷനിലൂടെയാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ അപ്ഡേറ്റുകൾ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായതാണ് ബെറ്ററായി വരികയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സാഹചര്യം എന്നെങ്കിൽ പോലും നിലവിലും ഇപ്പോഴും ഒരു കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 133-ാം സ്ഥാനത്താണ് ഇന്ത്യൻ ദേശീയ ടീമുള്ളത്. ISLൊക്കെ വന്ന് ആ ഒരു ടൈം പീരീഡിൽ ഒരുപാട് കുതിച്ചുയർന്ന ഒരു റാങ്കിങ് തന്നെയായിരുന്നു ഇന്ത്യയിലെ ടീമുകളുടേത്, ഇന്ത്യയുടെ ദേശീയ ടീമിൻ്റേത്. പിന്നീട് പതിയെ ISLൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാണ്ട് പറ്റാത്ത സാഹചര്യം, നിലവിൽ MRA കോൺട്രാക്റ്റിൻ്റെ പ്രശ്നവും ക്ലബ്ബുകൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനും ലീഗ് ആണെങ്കിൽ പോലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന സിറ്റുവേഷനും AFFന് 50 CR വർഷം കൊടുക്കേണ്ടി വരുന്ന FSDലിൻ്റെ പ്രശ്നവും ഇതെല്ലാം കൂടി ആയപ്പോൾ തന്നെ നിലവിൽ ഒരു കംപ്ലീറ്റ്ലി ഇൻബാലൻസ്ഡ് സിസ്റ്റത്തിലേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് മാറുകയും ചെയ്തിട്ടുണ്ട്. സോ നേരത്തെ ഈ ഒരു കരാർ അവസാനിക്കുന്നതിന് 2 വർഷം മുമ്പെങ്കിലും ചർച്ചകൾ ആരംഭിക്കേണ്ടതായിരുന്നു പുതുക്കേണ്ടതുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ അധികാരികളാവട്ടെ അവരൊക്കെ ഒരുപാട് താമസിച്ചു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഈ ഒരു വരുവാനായിട്ട് പോകുന്ന ഡിസംബർ 8-ാം തീയതിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗുമായിട്ടുള്ള, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഓണേഴ്സായിട്ടുള്ള FSDലും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് MRA കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പല ടീമുകളും ആശങ്കയിൽ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി എന്താവുമെന്നുള്ളത്. പലരും ഉറപ്പ് നൽകുന്നുണ്ടെങ്കിൽ പോലും അതിൽ വ്യക്തമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റോ അല്ലെങ്കിൽ നടത്താനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ആക്റ്റോ നടക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി ഈ ഒരു നിലയ്ക്കാണെങ്കിൽ എന്താവുമെന്നുള്ളത്.